ഇന്നിപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാര്യമാണ് വീട്ടിലെ ഊണ്. ഒരുപാട് സ്ഥലങ്ങളിൽ എവിടെ പോയാലും ഒരു ടൗണിൽ ചെന്ന് കഴിഞ്ഞാൽ പോലും പലയിടങ്ങളിലും ഇത്തരത്തിലുള്ളൊരു ബോർഡ് കാണാം, അവിടെ ഊണ് വിളമ്പുന്നതും കാണാം. അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെക്കുറിച്ച് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി വീഡിയോ ചെയ്തിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് അതിനെക്കുറിച്ച് പലരും ചോദിച്ചിരുന്നല്ലോ എന്നുള്ള കാര്യം. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. വീട്ടിലെ ഊണ് എന്ന ബോർഡ് വെച്ച് വീടുകളിൽ ഭക്ഷണം നൽകുന്ന രീതിയിൽ നമുക്ക് കേരളത്തിൽ ഇന്ന് വ്യാപകമായിട്ട് കാണുന്നുണ്ട്. അത് വ്യക്തികൾ നടത്തുന്നത്, കുടുംബങ്ങൾ നടത്തുന്നത്, അത് അവരുടെ വീടുകളിൽ നിന്ന് നടത്തുന്നതാണ്. അവർ തന്നെ പാകം ചെയ്ത് ഭക്ഷണം, പ്രത്യേകിച്ച് ഉച്ചയൂണാണ് അവർ കൊടുക്കാറുള്ളത്, ഇല്ലെങ്കിൽ വൈകുന്നേരവും കൊടുക്കാറുണ്ട്. അത് ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്ന ഒരു ആശയമാണ് ഈ വീട്ടിലൂണ്. ഇത് ഉപഭോക്താക്കൾക്ക് സൗകര്യമായിരിക്കും, പല കുടുംബങ്ങൾക്കും ഒരു വരുമാന മാർഗമായിരിക്കും. കൂടാതെ ഹോട്ടലിൽ പോയി കഴിക്കുമ്പോഴുള്ള ആ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് അല്പം താന്ന് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് കൂടി, ഇല്ലെങ്കിൽ ഒരു സൗകര്യം കൂടി ആയിരിക്കും ഇത്. ഈ വീട്ടിലെ ഊണ് പോലെയുള്ള ചെറിയ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ ലൈസൻസുകൾ വേണോ എന്നാണ് പലരും ചോദിച്ചിരുന്നത്. അതിലേക്കാണ് വരുന്നത്. ലൈസൻസുകൾ വേണമോ വേണ്ടയോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. വേണമെങ്കിൽ ഏതൊക്കെ ലൈസൻസ് ആണ് അതും പറയുന്നുണ്ട്. നമുക്കൊരു പക്ഷേ ചോദിക്കാം, നമ്മളുടെ വീട്ടിൽ നമ്മൾ സ്വയം പാകം ചെയ്ത് കഴിക്കുന്ന ഭക്ഷണത്തിന് എന്തിനാണ് ഒരു ലൈസൻസ്? അത് നമ്മൾ കഴിക്കുമ്പോൾ അതിന് ലൈസൻസും കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷേ നമ്മൾ അതൊരു കച്ചവടമായിട്ട്, ബിസിനസ് ആയിട്ട് എടുക്കുമ്പോൾ അതിന് സെർട്ടൻ ലൈസൻസ് വേണ്ടി വരും. നമ്മൾ പാകം ചെയ്ത് കുറഞ്ഞ അളവിൽ അയൽക്കാർക്കോ സ്ഥിരം വരുന്ന കുറച്ച് ആളുകൾക്കോ ഒക്കെ നൽകുന്നതിനാണ് ഈ വീട്ടിലെ ഊൺ പരിപാടി എന്ന് പറയുന്നത്. ലൈസൻസ് ആവശ്യമില്ല എന്നാണ് നമ്മളുടെയൊക്കെ തോന്നൽ. ഇത്തരം പരിപാടികൾ ചെയ്യുന്ന പലരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരും പറയുന്നത് ലൈസൻസ് ഒന്നും വേണ്ട, ഞങ്ങൾ വീട്ടിലല്ലേ ചെയ്യുന്നത് എന്നാണ്. പക്ഷേ ഇതൊരു ബിസിനസ് എന്ന നിലയിൽ പ്രവർത്തിക്കുകയും പൊതുജനങ്ങൾക്ക് ഭക്ഷണം വിൽക്കുകയും ചെയ്യുമ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ, അതായത് FSSAI, അവർ നൽകുന്ന ലൈസൻസോ രജിസ്ട്രേഷനോ അത്യാവശ്യമാണ്. അതെടുക്കാതെ നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നാളെ പിടുത്തം വീണ് കഴിഞ്ഞാൽ ഫൈൻ അടയ്ക്കാൻ പോലും തികയത്തില്ല നിങ്ങളുടെ ഈ ലാഭം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ഒരു വർഷം 12 ലക്ഷം രൂപയിൽ താഴെ വിറ്റുവരവുള്ള ഒരു യൂണിറ്റ് ആണെങ്കിൽ അതിന് FSSAIയുടെ രജിസ്ട്രേഷൻ എടുത്താൽ മതിയാകും. 12 ലക്ഷം എന്ന് പറയുമ്പോൾ അതായത് ഒരു മാസം 1 ലക്ഷം രൂപ ബിസിനസ് വിറ്റുവരവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു FSSAIയുടെ രജിസ്ട്രേഷൻ എടുത്താൽ മതിയാകും. ഈ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി ഒരു വർഷം 12 ലക്ഷത്തിന് മുകളിൽ വിറ്റുവരവുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ FSSAIയുടെ ലൈസൻസ് തന്നെ എടുത്തിരിക്കണം. അത് നിർബന്ധമാണ്. ഭക്ഷണം പാകം ചെയ്യുന്നതിലും വിതരണം ചെയ്യുന്നതിലും ശുചിത്വം, സുരക്ഷ ഇതൊക്കെ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ഈ ലൈസൻസുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരു റെയ്ഡോ പരിശോധനയോ ഒക്കെ ഉണ്ടായാൽ ലൈസൻസ് ഇല്ലാത്തത് വലിയ പ്രശ്നമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് നിയമപരമായി സുരക്ഷിതമായി ഇത്തരം സംരംഭങ്ങൾ നടത്തുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതിനുവേണ്ടി FSSAI രജിസ്ട്രേഷൻ എടുക്കുക, ഇല്ലെങ്കിൽ ലൈസൻസ് എടുക്കുക, നിർബന്ധമായിട്ടും എടുക്കുക. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ ചാനൽ കയറി FSSAI എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതൊന്ന് കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന്, നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിന്ന് ഇനി അഥവാ പറ്റുന്നില്ലെങ്കിൽ നേരെ അക്ഷയ സെൻറ്ററിൽ ചെന്ന് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇങ്ങനെ എടുക്കുന്നത് നിങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ഒരു വിശ്വാസ്യത കൊടുക്കാനും ഭാവിയിൽ ഉണ്ടാകാവുന്ന നിയമപ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.